ഹായ്, വെൽക്കം ബാക്ക് ടു മറ്റൊരു വീഡിയോ. ഇന്ന് നമ്മൾ ബാലറീനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ബാലറീന നെറ്റ്ഫ്ലിക്സ് വന്നിട്ടുണ്ട് ആൻഡ് ഐ വാച്ച്ഡ് ഇറ്റ്. ഇറ്റ്സ് എ ഗുഡ് ആക്ഷൻ മൂവി. ആക്ഷൻ കൊറിയോഗ്രഫി, സ്റ്റണ്ട് വർക്ക്, ക്യാമറ എല്ലാം അടിപൊളി, സൂപ്പർ. ബിലീവബിൾ ആണോ? വലിയ ബിലീവബിൾ ഒന്നല്ല. ജോൺ വിക്കിൻ്റെ യൂണിവേഴ്സിൽ നിന്നാണ് ആൻഡ് ഇറ്റ്സ് ആന ഡി ആർമസ്. അമേസിങ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിനായിട്ടുള്ള പോരായ്മ വരുന്ന സ്റ്റോറിയിലാണ്. അപ്പോൾ തിയേറ്ററിൽ റിലീസായപ്പോൾ കാണാൻ പറ്റിയില്ല, പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോൾ കണ്ടു. ആൻഡ് സ്പോയിലർ ഇല്ലാതെ പറയാനാണെങ്കിൽ വെരി എൻ്റർടൈനിങ് ആക്ഷൻ വൈസ് നോക്കുമ്പോൾ. പക്ഷേ സ്റ്റോറി വൈസ് അത് ഇറ്റ്സ് എ വെരി ഡെഡ് സ്റ്റോറി. പ്രത്യേകിച്ചൊന്നുമില്ല, പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാനായിട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് വാവ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. കണ്ടിരിക്കാം. പക്ഷേ ആക്ഷൻ വാസ് ഡൺ വെൽ. ഐ ലൈക്ഡ് ഇറ്റ്. ആൻഡ് ഇനി കുറച്ച് സ്പോയിലറായിട്ടൊക്കെ പറയാനുണ്ട്, പക്ഷേ സ്പോയിലർ ഇല്ലാതെ ഗുഡ് മൂവി. ധൈര്യമായിട്ട് കാണാം അറ്റ്ലീസ്റ്റ് വൺ ടൈം. ആൻഡ് നൗ സ്പോയിലേഴ്സ്. ബാലറീനയുടെ കഥ ജോൺ വിക്ക് 1 to 3 അല്ലേ? ജോൺ വിക്ക് 1 to 3 അതേ കഥയാണ് ബാലറീനയിലുള്ളത്. ദ സെയിം തിങ്. ബിക്കോസ് ഒരു ഫാദർ നഷ്ടപ്പെടുന്നു, ജോൺ വിക്കിനാണെങ്കിൽ പട്ടി നഷ്ടപ്പെടുന്നു. ഒരു ട്രെയിനിങ്ങിലേക്ക് പോകുന്നു, വലിയ സംഘടനയിലെ വലിയ അസാസിൻ മെർസനറി ആവുന്നു. ആൻഡ് ദെൻ ബിക്കോസ് ഓഫ് എ പേഴ്സണൽ റീസൺ യു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. എന്നിട്ട് ഉദ്ദേശിച്ച സാധനം ചെയ്യാൻ വേണ്ടി പോകുമ്പം everyone becomes your enemy and now you are excommunicado. And the story, Ballerina's story is so annoying because the villain is so bad. വില്ലൻ എഴുതിയേക്കുന്ന ഒട്ടും കൊള്ളത്തില്ല. ആൻഡ് പറയാനാണെങ്കിൽ അങ്ങേര് പ്രത്യേകിച്ച് ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു വില്ലനോ അല്ലെങ്കിൽ കൊടൂര ഭീകര കുറ്റം ചെയ്ത അല്ലെങ്കിൽ നമ്മളെ ഹീറോയിനെ ഉപദ്രവിച്ച ഒരാളായിട്ട് വരുന്നില്ല. ഈസ് ജസ്റ്റ് ഡൂയിങ് തിങ്സ് ആൻഡ് ഇറ്റ് ഡസൻറ്റ് ഗെറ്റ് എനിവെയർ. പക്ഷേ ആക്ഷൻ വൈസ് വെരി എൻ്റർടൈനിങ് ആണ്. പക്ഷേ ഓൾസോ അൺറിയലിസ്റ്റിക്. അത് എക്സ്പെക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ പ്ലോട്ട് ആർമർ കുറേ ഉണ്ട്. 10,000 ഗ്രനേഡ് എടുത്തെറിയും. ജസ്റ്റ് ലൈക്ക് there will be a guy standing behind Ana de Armas. She will put a grenade in her mouth. അത് പൊട്ടിത്തെറിക്കുമ്പം ഷീസ് ജസ്റ്റ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് എ ഡോർ ആൻഡ് ഓൾസോ ബിഹൈൻഡ് എ ടേബിൾ, ലൈക്ക് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. അത് ട്രെയിലറിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു സീനൊക്കെ ഇറ്റ്സ് അൺറിയലിസ്റ്റിക് ബട്ട് ഇറ്റ്സ് എൻ്റർടൈനിങ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഓക്കെ, ഫൈൻ. ഫ്ലെയിം ത്രൂവർ ഓൾസോ, ലൈക്ക് അൺലിമിറ്റഡ് ഗ്യാസ്. ലാസ്റ്റ് വരെ ഒരു കുറച്ച് സീൻ മാത്രമേ ആക്ച്വലി ലൈക്ക് ഗ്യാസ് ഇസ് ഗെറ്റിംഗ് ഓവർ. ബട്ട് അതുവരെ ഇച്ചിരിയുള്ള കുപ്പിയിൽ നിന്നാണ് ഇത്രയും നേരം ഫ്ലെയിം ത്രൂവർ വന്നുകൊണ്ടിരുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ്സ് റിയലിസ്റ്റിക് ഇൻ ഫ്ലെയിം ത്രൂവർ സിറ്റുവേഷൻസ്. ബട്ട് കൊള്ളാം. സിനിമാറ്റിക് വൈസ് ഒരു സിനിമയുടെ ഒരു ഫ്രെയിം എടുക്കുമ്പോൾ നല്ല രസമാണ്. ഇറ്റ്സ് ഡൺ വെരി വെൽ. എൻ്റെ കൊറിയോഗ്രഫിയും എൻ്റെ സിനിമാറ്റോഗ്രഫിയും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് വെരി വെരി ബാഡ് സ്റ്റോറി. ഒരു സിസ്റ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരു കാര്യമില്ലാതെ. ഒരു സ്റ്റാർട്ടിങ് പോർഷനിൽ നമ്മൾ ജോൺ വിക്കിനെ ടീസ് ചെയ്തു. അതായത് ജോൺ വിക്ക് ഐ തിങ്ക് ചാപ്റ്റർ 2 or chapter 1 സംതിങ് ആണ്, ഞാൻ മറന്നുപോയി. പക്ഷേ ഒരു ക്രോസ് ഓവർ പോലെ ആ സീനിൽ നടന്നപ്പം നമ്മൾ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ആന ഡി ആർമാസ് ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന രീതിയിൽ ദാറ്റ് വാസ് ഗുഡ്. പക്ഷേ പിന്നീട് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ മൂവി വെൻ ജോൺ വിക്ക് കംസ് അഗൈൻ, ഇറ്റ്സ് അനോയിങ്. ഇറ്റ്സ് അൺനെസസറി ഫോർ ഫാൻ സർവീസിന് വേണ്ടിയിട്ട് മാത്രം ജോൺ വിക്കിന് കുറച്ച് ആക്ഷൻ സീൻസും കോൺസിക്വൻസസ് എന്ന് പറയാനും വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലായിരുന്നു. പിന്നെ ഇറ്റ്സ് എൻ ഓക്കെ മൂവി. കാണാം. ഇറ്റ്സ് റിയലി നൈസ് ടു വാച്ച്. ഇറ്റ്സ് എൻ്റർടൈനിങ് ബട്ട് ഇറ്റ്സ് എ വൺ ടൈം വാച്ച് ആൻഡ് ഇറ്റ്സ് ഓക്കെ. ദാറ്റ്സ് ഇറ്റ്. ചലോ.